പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15 എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മരിച്ചവരിൽ 3 ജീവനക്കാരും ഉൾപ്പെടുന്നു. റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയുമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, മരണസംഖ്യ ഉയരുകയാണല്ലേ? പരിക്കേറ്റവരുടെ എണ്ണം 25 എന്നത് അതൊരു പക്ഷേ അതിൻ്റെ 3 ഇരട്ടിയാകുമെന്ന് നാട്ടുകാർ വാർത്താ ഏജൻസിയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നതാവാം ഇപ്പോഴത്തെ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അതീവ ഗുരുതരമായ പരിക്കുകളാണ് എന്നതിനാൽ തന്നെ മരണസംഖ്യ ഉയരുകയാണ്. ഒപ്പം തന്നെ ഈ തകർന്ന ബോഗികൾക്ക് ഇടയിൽ നിന്നും ആളുകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മരണസംഖ്യ ഉയരാൻ കാരണമായിരിക്കുന്നത്. മരണം ഇപ്പോൾ 15 എന്നാണ് റെയിൽവേ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ റെയിൽവേ ജീവനക്കാരും ഉൾപ്പെടുന്നു. ഈ അപകടമുണ്ടാക്കിയ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇയാളുടെ പേരും മറ്റു വിവരങ്ങളും റെയിൽവേ ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. റെയിൽവേ മന്ത്രി ഈ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ ഇടിച്ചു കയറിയ ബോഗി അവിടെ നിന്നും മാറ്റി അതിന് താഴെയുള്ള ബോഗിയിലടക്കം ഉള്ള പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15, അതിൽ 3 ജീവനക്കാരും ഉൾപ്പെടുന്നു എന്നാണ് റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയുമായ ജയ വർമ്മ സിൻഹ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും അറിയിക്കുന്നു. റെയിൽവേ മന്ത്രി അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.